ഭയങ്കര മെസ്സിയാണ്. കണ്ടോ? ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് സിനിമാറ്റിക്കിലാണ്. ഞാൻ മാറ്റി കാട്ടിയത്. കണ്ടോ? ഭയങ്കര അലമ്പാണ് റൂം. കണ്ടോ? അപ്പോൾ എനിക്കൊന്ന് ക്ലീൻ ചെയ്യണം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമുക്ക് ക്ലീൻ ആക്കാൻ തുടങ്ങാം. ഐ തിങ്ക് ഐ വിൽ സ്റ്റാർട്ട് ഫ്രം there. ഈ ടേബിള് വെള്ള ടേബിളായിരുന്നു കേട്ടോ. ഇത് നീല കളർ സ്റ്റിക്കർ അവസാനം ഒട്ടിച്ച് വെച്ചേക്കണത് ഞാനാണ്. അതെൻ്റെ കലാവിരുദ്ധാണ്. പിന്നെ ഇത് ഇവിടെ ഞാൻ വെച്ചേക്കുന്നത് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള മെഡിസിൻസ്, പിന്നെ ഓയിൻമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ. പിന്നെ എനിക്ക് കയ്യിൽ തല വെച്ച് കിടക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ കൈ ഭയങ്കര വേദനയായിരിക്കും ചില സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൻമെൻറ്റ്, പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ ചാർജിങ്ങിൻ്റെ സാധനങ്ങൾ, അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചേക്കുവാണ്. നെക്സ്റ്റ് ആയിട്ടുള്ളത് ഈ ഫുൾ പാർട്ടാണ്. ഈ വോൾ പാർട്ട് ഇരിക്കുന്നത് ഡൊണേഷന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സ് ആണ്. പിന്നെ ഇതൊക്കെ എൻ്റെ സാധനങ്ങൾ ക്ലീൻ ചെയ്യാം. ഈ ടേബിളിൽ ഞാൻ വയ്ക്കാറുള്ളത് എൻ്റെ ലാപ്ടോപ്പ്, ബുക്സ്, പിന്നെ പെൻസിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഫുൾ മെസ്സിയാണ്. കാരണം കഴുകിയിട്ട് തുണികളെല്ലാം കൊണ്ടുപോയി ഇട്ടേക്കുക. അപ്പോൾ അതൊക്കെ ഇനി മടക്കിയെടുത്ത് എൻ്റെ അലമാരി കയറ്റണം. അങ്ങനെ കുറച്ച് പണികൾ. ഇത് ഫോൾഡബിൾ ടേബിളാട്ടോ. ഇത് ഫോൾഡ് ചെയ്തിട്ട് ചോരമ വയ്ക്കാം. പിന്നെ എനിക്ക് പഠിക്കണം എന്നില്ല. ക്ലാസ് കഴിഞ്ഞ സമയത്തൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ബുക്സൊക്കെ ലാപ്ടോപ്പൊക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ തുറന്നു വെച്ചേക്കും എപ്പോഴും. പിന്നെ ഈ കാർഡ്ബോർഡ് പെട്ടി ഞാനിങ്ങനെ സൈഡിൽ നിന്ന് മുറിച്ച് 2 പീസാക്കി. എനിക്ക് ബുക്ക് ഹോൾഡ് ചെയ്യാനായിരുന്നു. അല്ലെങ്കിൽ കുറേ സ്പേസ് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ബുക്സ് വെക്കാനായിട്ടാണ് ഈ ഐഡിയ ചെയ്തത്. ഇതിൽ വലിയ കട്ടിയുള്ള ബുക്കുകൾ എന്തോരം ഇരിക്കും എന്ന് എനിക്കറിയില്ല. എൻ്റെ ഉള്ളത് അത്യാവശ്യം കട്ടിയുള്ള ബുക്കുകളാണ്. അപ്പോൾ ഇതിലിരിക്കുന്നുണ്ട്. ഇതൊരു 1 മന്തായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും എന്തായാലും. പിന്നെ കീറിപ്പോവാനും ചാൻസ് ഉണ്ട്. അത് മര്യാദയ്ക്ക് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ കീറിപ്പോകും. ആ സാധനങ്ങൾ ഉണങ്ങാൻ വെച്ചേക്കാം. അപ്പോൾ അത് ഉണങ്ങുന്ന ഗ്യാപ്പിൽ നമുക്കൊരു കോഫി ഉണ്ടാക്കാം. ഞാൻ കോൾഡ് കോഫിയാണ് ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് make a cold coffee. ഞാൻ ഇത് കണ്ടോ, ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ലെറ്റ്സ് മേക്ക് എ കോൾഡ് കോഫി. ഈ സാധനത്തിൽ ആദ്യം ഞാൻ കപ്പിൽ കുറച്ച് ഐസ്ക്രീം ഇട്ടു. ഇത് എന്ത് ഐസ്ക്രീം? റെഡ് വെൽവെറ്റ് അങ്ങനെ എന്തോ കണ്ടറിയില്ല കേട്ടോ. പിന്നെ അതിലത്തെ ഐസ് ഇടുക. പിന്നെ നമ്മൾ പാലൊഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രൂവിൻ്റെ കോഫി പൗഡറിൽ കുറച്ച് പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് അങ്ങനെയല്ല ചെയ്യാറ്. പൊതുവെ ഇതിൻ്റെ മുകളിലേക്കാണ് കൂടുതൽ പാൽ ഒഴിക്കാറ്. ഇത് കുറച്ച് എസ്തെറ്റിക് ആക്കാൻ നോക്കിയതാണ് വീഡിയോ എടുക്കുമ്പോൾ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീമിൻ്റെയും കൂടെ ടേസ്റ്റ് അതിനകത്ത് വന്നപ്പോൾ ഒന്നും കൂടി ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. കോൾഡ് കോഫി ഉണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെ ചിലർക്ക് ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഷുഗർ ഇടാറില്ല. ഐസ്ക്രീമിൽ കുറച്ച് മധുരം ഉണ്ടല്ലോ. That's enough. Let's start doing this. I think ഉണങ്ങിയും തോന്നുന്നുണ്ട്. ഞാൻ വാട്ടർ കളറല്ല യൂസ് ചെയ്തു. ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന വീഡിയോ ലാൻഡ്സ്കേപ്പിലല്ലാന്ന്. ഇനി ഇതൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് എന്നിലുള്ള ബുക്സ് അതിൽ നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഈ ബുക്സുകളൊക്കെ കുഴപ്പമില്ല, ചെറുതാണ്. അത് അവിടെ തന്നെ അനങ്ങാണ്ടിരുന്നോളും. പിന്നെ എൻ്റെ ഉള്ളത് വലിയ കുറച്ച് ബുക്സാണ്. അതതിനകത്ത് എന്തോരം ഇരിക്കും എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കുറച്ച് കളയുമ്പോൾ കീറി പോവായിരിക്കും. എന്തായാലും ഇപ്പം തന്നെ കീറി പോവില്ല. എന്തായാലും ഒരു കുറച്ച് നാൾ ലാസ്റ്റ്. പിന്നെ എൻ്റെ ഡ്രോയിങ് പെൻസിലിൻ്റെ സെറ്റ്, പിന്നെ
ഞാൻ ക്രിയേറ്റീവാന്ന് നോക്കിയതാണ് ഓരോ സാധനങ്ങൾ ഇതിലുള്ളതൊക്കെ വെച്ചിട്ട്. ആക്ച്വലി എൻ്റെ കയ്യിൽ പെൻസിൽ സ്റ്റാൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഹോസ്റ്റലിൽ പോകുന്ന സമയത്തൊക്കെ എൻ്റെ അനിയത്തിയുടെ കയ്യിലാണ്, ഇപ്പോൾ അവളുടെ കയ്യിലാണ്. എൻ്റെ റൂം അല്ലാണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ട് വീണ്ടും എൻ്റെ റൂം കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ 2 ലാപ്ടോപ്പിനും ഇങ്ങനെ മുകളിലേക്ക് വെക്കിട്ട്. അത് നല്ലതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. പിന്നെ ഞാൻ എൻ്റെ ചാർജറുകളൊക്കെ ഇല്ലേ, ലാപ്ടോപ്പിൻ്റെ ചാർജേഴ്സ്, 2 ലാപ്ടോപ്പിൻ്റെ ചാർജറുകൾ, പിന്നെ ഫോണിൻ്റെ ചാർജറുകൾ, പിന്നെ ഇയർഫോൺസൊക്കെ ഈ സാധനത്തിനകത്താണ് വയ്ക്കാറ്. പിന്നെ ഇതാണ് ഒരു ലുക്ക്. പിന്നെ ഇവിടെ കിടക്കുന്നത് മുഴുവൻ എൻ്റെ ഡ്രസ്സുകളാട്ടോ, കഴുകിയിട്ട് കൊണ്ടിട്ടതും പിന്നെ കഴുകാണ്ടിട്ടതല്ല, ലൈക്ക് ഞാൻ ഒരുപാട് ഇട്ടിട്ട് ജസ്റ്റ് വിരിച്ചിട്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനകത്താണ് കിടക്കുന്നത്. ഇതൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ കഴുകിയിട്ട് അവിടെ നിന്ന് ഇവിടെ കൊണ്ടിട്ടതാണ് ഉണങ്ങി കഴിഞ്ഞപ്പോൾ അപ്പനമ്മയും. ഇതാണ് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ. അത്യാവശ്യം എനിക്ക് പുറത്ത് പോകുമ്പോൾ വേണ്ട സാധനങ്ങൾ, ലൈക്ക് ഫോണി എപ്പോഴും എൻ്റെ വായിലെ ഫോണാണ് വരുന്നത്, സോറി. സൺഗ്ലാസ്, സ്പെറ്റ്സ്, പിന്നെ എനിക്ക് വേണ്ട മെഡിസിൻസ്, പിന്നെ ഈ പൗച്ചിൽ എനിക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോൾ. പിന്നെ ഇതിൽ മെഡിസിൻസ്, പാഡുകൾ, പിന്നെ എൻ്റെ വാലറ്റ്, അതൊക്കെയാണ് അതിനകത്ത് വെക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് പുറത്ത് പോകുമ്പോൾ അത്യാവശ്യം വേണ്ട കുഞ്ഞു സാധനങ്ങൾ, സാനിറ്റൈസറുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഞാൻ വെക്കുന്നത് എൻ്റെ റൂമിൽ ഞാനൊരു ഷൂ സ്റ്റാൻഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം എൻ്റെ നല്ല ചെരുപ്പുകൾ ഞാൻ പുറത്ത് വയ്ക്കത്തില്ല. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഷെൽഫ് ഫുൾ ഫ്രീയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലാണ് ഈ സാധനങ്ങളൊക്കെ വെക്കുന്നത് എനിക്ക് എത്തുന്നിടത്ത്. അപ്പോൾ ഇതാണ് ആ ഭാഗത്തിൻ്റെ ഒരു ലുക്ക്. അവിടെ നേരെ നല്ലൊരു ടേബിൾ മേടിക്കണം എന്ന് എനിക്കുണ്ട്. നല്ലൊരു ബഡ്ജറ്റ് കുറഞ്ഞ ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഷെൽഫിനകത്ത് ഞാൻ വെച്ചേക്കുന്നത് എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ്. ഇതൊന്നും ഞാൻ അറേഞ്ച് ചെയ്യാണ്. പിന്നെ ഞാൻ പൽപ്പൊടി വെച്ചേക്കുന്നത് ഞാൻ കോൾഗേറ്റ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തില്ല കേട്ടോ. എനിക്ക് ആ മിൻറ്റിൻ്റെ ഫ്ലേവർ വരുമ്പോൾ ഛർദ്ദിക്കാൻ വരും, സ്മെല്ലടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ആയുർവേദിക് സാധനങ്ങളാണ് പല്ലേക്ക് തന്നെ എനിക്ക് യൂസ് ചെയ്യാറ്. ഇതാണ് എൻ്റെ മേക്കപ്പിൻ്റെ ഒരു കൊട്ടാരം. ഇതാണ്. ഇതിൽ എല്ലാ സാധനങ്ങളൊന്നുമില്ല, ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് ലിപ്സ്റ്റിക് കുറച്ച് അധികം ഉണ്ടാവും കേട്ടോ. കാരണം എനിക്ക് എൻ്റെ ഫ്രണ്ട് ഇൻഫ്ലുവൻസർ അവൾ എന്താണ് കുറേ ലിപ്സ്റ്റിക്കുകളുണ്ട്. പിന്നെ ഇതും എനിക്ക് തിരിച്ചെടുത്ത് കയറ്റാനുള്ളതോ, കാരണം ഞാൻ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുപോയ സാധനങ്ങളാണ്. ബാക്കി ഇതൊക്കെ എനിക്ക് തിരിച്ച് ഷെൽഫിലാണ് കയറ്റി വയ്ക്കാനായിട്ടാണ്. ഞാൻ മടക്കി വെച്ച തുണികളൊക്കെ ഷെൽഫിൽ കെട്ടി വയ്ക്കട്ടെ. ഞാൻ ഇങ്ങനെ വെക്കുന്നത് കാരണം എൻ്റെ ഷെൽഫിൽ അത്യാവശ്യം അതിനുള്ള സ്പേസ് കുറവാണ്. ഇതാണ് എൻ്റെ സ്നാക്സ് ബോക്സ്. ഞാൻ എൻ്റെ റൂമിൽ വെക്കണം കേട്ടോ. കാരണം ഞാൻ എനിക്ക് വേണ്ടി മേടിച്ച സാധനങ്ങളായതുകൊണ്ട്. പിന്നെ ഇവിടെ വേറെ ആരും ഒന്നും കഴിക്കത്തില്ല, അമ്മ എപ്പോഴൊന്നും കഴിക്കില്ല, പിന്നെ അനിയത്തി ഇവിടെ ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് എൻ്റെ സ്നാക്സ് ബോക്സാണ്. ഇപ്പം ഞാൻ പുറത്ത് പോയി എടുക്കണ്ടല്ലോ എന്ന് വെച്ചാൽ എൻ്റെ റൂമിൽ ഈ ബാഗിനകത്ത് തൂക്കിയിടും. ഇത് ഞാൻ ഉണ്ടാക്കിയ ബാഗാട്ടോ, ഞാൻ ക്രഷ് ചെയ്ത് ഉണ്ടാക്കിയ ബാഗാണ്. ഇതിനകത്താണ് ഞാൻ ഇതൊക്കെ തൂക്കിയിടുക. ഉറുമ്പ് വരാണ്ടിരിക്കാനാണ് ഇങ്ങനെ തൂക്കിയിടുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിനകത്ത് തൂക്കിയിട്ട് ആവശ്യത്തിന് എടുക്കുക ചെയ്യാറ്. അങ്ങനെ ഞാൻ എൻ്റെ റൂം ഫുൾ അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനത്തെ ക്ലീനിങ് പരിപാടിയും അവസാനിച്ചു. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മുക്കിയും മൂലം അടിച്ച് പറഞ്ഞിട്ടൊക്കെ എനിക്ക് നല്ല അലർജി ഉള്ളതുകൊണ്ടാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. ഫോക്കസ് ആണല്ലോ. ഇതാണ് ഫൈനൽ ലുക്ക് റൂമിൻ്റെ. ഇത് ഞാൻ പറഞ്ഞ പോലെ ഷൂ സ്റ്റാൻഡ് ഒതുക്കി വെച്ചേക്കണത്. പിന്നെ അതെൻ്റെ മെയിൻ ഏരിയ, കയ്യെത്തുന്ന ഏരിയ കട്ടിൽ നിന്ന്. പിന്നെ ഇതാണ് എൻ്റെ സ്റ്റഡി. ആ തട്ടിത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന തുണികളാണ്, നോക്കണ്ട. അങ്ങനെ എല്ലാതും സെറ്റായി, റൂമും തൃപ്തിയായി. കഴിഞ്ഞിട്ടോ, കഴിഞ്ഞു. നേരത്തെ കുളിച്ചൊരു പതിവായി. അവസാനിച്ചിരിക്കുന്നു.